हरीश हरीश ओ ये तो हमारे बाबू में हरीश देवी है അതായത് ഞാൻ പവർ എൻ്റെ ನೋಡ್ತೆ ಸಾಂಬ್ರಾಣಿ ಎಷ್ಟೊಂದು ಆಗ್ತಾವ್ರೆ ಸಾಂಬ್ರಾಣಿ ಸಾಂಬ್ರಾಣಿ ಗಮ್ಮಂದಿ ಅಂತ ಸ್ಮೆಲ್ ಬರಬಾರ್ದು मोबाइल मोबाइल इधर नहीं करना मार पड़ेगी അതിരിക്കുന്നത് ഒരു സ്ത്രീയാട്ടാ വിദേശത്തു നിന്നുള്ള അഗോരിമാർ വരുന്നുണ്ടെന്ന് സ്ത്രീകൾ ഇവിടെ വന്നിട്ട് അഗോരി ആവണമെന്ന് വരുന്നുണ്ട് ശരിയാ ഒരു രൂപക്കളം എന്താ സംഭവം അറിയില്ല അവിടെ എനിക്ക് തോന്നണതേ ശ്മശാനത്തിലേക്ക് എത്തിയൊന്ന് സംശയമുണ്ട് നമുക്ക് കൺഫേം അല്ല നോക്കിയോട്ടെ ഒക്കെ വരുള്ളൂ ഭക്ഷണം കഴിച്ചോണ്ട് പോവുക ഇവര് ഞാൻ കേട്ടത് ഇവരെന്നും ഭക്ഷണം മറ്റേ ഇത് കഴിക്കുക എന്നും ഇവര് മറ്റേ ഇത് കഴിക്കില്ല എന്ന് പറയണത് അതായത് മൃതശരീരം കഴിക്കാൻ ഒരു ചടങ്ങുണ്ടല്ലോ അതില്ല എന്ന് പറഞ്ഞാൽ അതൊരു അവരായി സമയം നിന്ന് ആ സമയത്ത് മാത്രമേ അത് കഴിക്കുള്ളൂ എന്ന് മൊത്തം അഗോരികളാണ് അവിടെ മൊത്തം രക്ഷയില്ല ഒരു നൂല് വസ്ത്രം ഇടാണ്ട് ഇരിക്കുന്ന അഗോരിമാർ വരുന്നുണ്ട് ഭക്തിന്ന് മാത്രമല്ല ഒരു വേറൊരു ലോകത്തേക്ക് വന്ന പോലെ ഇവിടുത്തെ ആടാ വിദേശികളായ ആൾക്കാർ വരാൻ നോക്കി ഇവിടെ ഇതിനപ്പുറം പൂജ നടക്കുന്നതാണ് വേറൊരു ഫീൽ അവിടെ ഇതൊരു സമയമുണ്ടോ ആടാ ഇവിടെയാണ് ബോഡി കത്തിച്ചോണ്ട് ചിന്തിക്കാൻ പറ്റുമോ ബോഡി കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടോ നമ്മൾ അറിയില്ലേ ചിന്തിക്കുന്ന പോലെയൊന്നുമില്ല വേറൊരു ഫീലാ എനിക്ക് നമ്മള് കുറച്ചു നേരം ഇവിടെ ഇരുന്ന് അറിയാൻ പറ്റും നമുക്കൊരു ശ്മശാനത്തിൻ്റെ ഒരു മൂകത എന്നല്ല ഭയങ്കര ഒരു ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെ ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത് ഇത് കത്തിക്കാൻ പോകണല്ലോ അവിടെ ഒരു കത്തി കഴിയാറായി അവിടെ കത്തിക്കൊണ്ടിരിക്കുക അവിടെ നോക്കി ഒരു ബോഡി
തുറന്നു വെച്ചിട്ടുണ്ട്. हरीश हरीश ओ ये तो हमारे को आप में हरीश देवी है. ഞാൻ തൃശ്ശൂര്. കുമ്പള കണ്ടിട്ട് വരാവൂലേ? കുമ്പള കണ്ടിട്ട് വരാവൂലേ? ഇത് ഒട്ടിച്ചിട്ടുള്ള പൊട്ടിച്ചത് തന്നെ പൊട്ടിച്ചതല്ലേ? ഒറിജിനൽ അത് അമ്പലം എവിടെയാ? കുറച്ച് അങ്ങ് പോകണം, മേളിൽ പോകണം. ആ അത് ഏത് ആ ഭാഗത്താണോ കയറുക? രാവിലെ നമ്മള് നിൽക്കണോക്ക് സ്പെഷ്യല് ഇവിടെ ഉണ്ടോ ജീവിക്കാൻ വേണ്ടിയിട്ട് അതിനെ കളിയാക്കണ ആൾക്കാരൊക്കെ നോക്കി. ഇവിടെ ഈ മഞ്ഞത് കാര്യങ്ങളൊക്കെ ആൾക്കാർ വന്ന് കിടക്കണമെന്ന് പറയുമ്പോഴാണ് പുള്ളിനെ സമ്മതിക്കണം. പുള്ളി ടൈമില് ഇപ്പോഴും ആൾക്കാർ നോക്കി ഉറക്ക കാര്യങ്ങളൊന്നും തന്നെ ടൈം നോക്കി. തണവത്ത് എങ്ങനെ ഇവർ കിടക്കണെന്ന് മനസ്സിലാവാത്തത് എന്താല്ലേ? എനിക്ക് പട്ടി കുട്ടി എല്ലാം ഉണ്ട്. എനിക്ക് തന്നെ വീട്ടുകാർ ഭക്ഷണം തരുന്ന വലിയ കാര്യം. ഓരോരോ കേട്ടാ തോന്നാ ആ മാലകൾ വിട്ട് അമ്പലം തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ സാധനം കണ്ടിട്ടുണ്ട്. അതാണ് കസ്തൂരി. इसको कितना है? 200 रुपये. ऐसा देखो ना, खुशबू करेगा कपड़ा पे ठीक उसका हाथ में है बड़ा बड़ा लो क्या कह रहा है वेറുതെ ये अभी एक ही खरीदा है. मेरे को खुशबू करेगा ला तुम्हारा. नहीं छोड़ दो हमारा. बोलो ये कपड़ा मेरे को तो आज कपड़ा महंगा है. പടസാനായിട്ടില്ലോ. ഇതിന് 200 രൂപ പറഞ്ഞുള്ളൂ ഇവര്. അവിടെ എത്ര കൊടുത്ത്? അവിടെ 100 രൂപ. वो एक अभी है उधर से खरीदा है. क्यों? ना कितना मैं 100 में मंगाया. ले जाइए दीदी. ഈ അമ്മാമ്മ വന്നിട്ട് പറഞ്ഞ് മേടിക്കണ്ടെന്ന്. എന്നോട് അമ്മാമ്മ വന്നിട്ട് പറഞ്ഞ് മേടിക്കണ്ടെന്ന് മത്തില് വന്ന് കണ്ട. ഇവിടെ ഈ സാധനം ഇതാണ് കസ്തൂരി കേട്ടോ. ഈ കസ്തൂരി മാന്നൊരു കസ്തൂരി എടുക്കണ കഥ പറയില്ലേ, നല്ല മണാ. വീഡിയോയിലായിരുന്നു എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. രക്ഷയില് ഒരു പ്രത്യേക മണത്. ശരിക്കും നമ്മൾ എന്താ പറയുക, ഒരു കയ്യിൽ ഈ കയ്യിൽ പിടിച്ചിട്ട് മറ്റേ കയ്യുടെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് എൻ്റെ ഈ ഇപ്പോൾ ഓപ്പോസിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ സ്മെല്ല് വരും. നേരെ വിപരീതമായിട്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. കൈ ചൂടാകുമ്പോൾ അതിൻ്റെ സ്മെല്ല് വരും എന്ന് പറയുന്നത്. അത് ഞാൻ അവിടെ നിന്ന് ഇതാക്കി തരാം. അതിന് ഇപ്പോഴും മണം പോയിട്ടില്ലേ? എത്ര നേരമെന്ന് അറിയും മണം ഉണ്ടാവുന്നത്. പക്ഷേ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം. എന്താ ഭക്ഷണം അവരെന്നെ പാചകം ചെയ്തിട്ട് അവരെന്നെ കഴിക്കും. ശരിയല്ലേ? ചിന്തിക്കാൻ പറ്റുന്നെങ്കിൽ കച്ചവടം ചെയ്ത് ജീവിക്കുന്നത് ചെറുകിട കച്ചവടക്കാർ. ദോശ ഉണ്ടാക്കി കൊടുക്കണ്ടോ അവിടെ? അവിടെ ദോശ ഉണ്ടാക്കുന്നു. ആ അവിടെ അമ്മ വെച്ചട്ടെ ദോശ ഉണ്ടാക്കണമെങ്കിൽ ശരിയാ. വഞ്ചിയിലൊക്കെ ആൾക്കാർ കിടക്കണത്. കസ്തൂരിയുടെ മണം എപ്പോഴും കയ്യിൽ നിന്ന് പോയില്ലടാ. നല്ല മണമുണ്ട്. രക്ഷയില്ല. ഈ സാധനം നമ്മൾ ശരിക്കും മേത്ത് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നേരം മണം നിൽക്കുന്ന പറയണത്. മണം പോവില്ല എന്ന്
പക്ഷെ ഞാൻ ചോദിച്ചത് നിങ്ങളിങ്ങനെ മാനിനത് കൊന്നിട്ടാണോ അല്ല ഇത് കാട്ടിൽ ജീവിക്കുന്നവര് അതായത് ലീഗലായിട്ട് കൊണ്ടുവന്ന് വിൽക്കുന്നതാണെന്ന് പറഞ്ഞത്. മേ ബി അറിയില്ല കേട്ടോ ലീഗലാണോ ഇല്ലീഗലാണോ എന്നുള്ളത്. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് തന്നെ അറിയുള്ളൂ ലീഗലാണോ അല്ലേ എന്നുള്ളത്. നടന്നിപ്പോ ഈ മാലവൾ വിട്ട് എൻ്റെ അവിടെ വരെ എത്തി. ഈ അഘോരികൾ എങ്ങനെ അറിയും? ഓരോരുത്തർ വരുമ്പോൾ ഇവര് ആശീർവാദം കൊടുത്തിട്ടും മറ്റേതൊക്കെ ചെയ്തിട്ടാണ് ഇവര് ഭക്ഷണം കഴിക്കുന്നത്. ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഇവർക്ക് കൊടുക്കും ഭക്ഷണമായിട്ടോ അല്ലെങ്കിൽ മറ്റേ ഇതായിട്ട് എന്താ പറയുക പൈസ ആയിട്ട്. അപ്പം അതുകൊണ്ടാണ് ഇവർ ജീവിക്കണതൊക്കെ ശരിക്കും പറഞ്ഞാൽ. അതൊരു അല്ല ഇവരൊക്കെ നോക്കി ഓരോരുത്തർ വന്നിട്ട് സ്പോൺസർ ചെയ്യണത് ഓരോ സാധനങ്ങള് ഇന്ന സാധനം ഒന്നില്ലേ എല്ലാതും. मोबाइल इधर नहीं करना, मार पड़ेगी। बाबा चेतर मूर्ति ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവര് ഒന്നല്ലേ ചീത്ത പറയും അല്ലെങ്കിൽ തല്ലുണ്ടാക്കാൻ വരും. ഇതൊക്കെ ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാണ്. നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതാണെങ്കിലും വ്ളോഗ് ചെയ്യുന്നതാണെങ്കിലും അതായത് അവർ പറയുന്നത് മൊബൈൽ എടുക്കുന്ന ആൾക്ക് വീഡിയോ എടുക്കുന്ന ആൾക്കാർ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞത്. അതാ പറഞ്ഞത് നോക്കിയില്ലാന്നുണ്ടെങ്കിൽ സീനാണ്. എല്ലാവരും നമ്മളത് തന്നെ നോക്കുന്നത്. അതാണ് അമ്പലത്തിൽ നിന്ന് തോന്നുന്നുണ്ട്. അമ്പലാട്ടാ ഇവിടെയാണ് കാശി വിശ്വനാഥ ടെമ്പിൾ. ഇവിടെയാണ് ഗംഗ പൂജ നടക്കണമെന്ന് പറഞ്ഞത്. ഗംഗാതീര പക്ഷേ നമ്മളോട് അവിടെ നടക്കണമെന്ന് പറഞ്ഞു. ഇനി പറയാൻ പറ്റില്ലട്ടോ, പല സ്ഥലത്ത് നടക്കണ്ടാവും. മേ ബി ഇവിടെ ഉണ്ടായിരിക്കുക, മേ ബി അവിടെ ഉണ്ടായിരിക്കുക. കറക്റ്റായിട്ടൊരു ഇതില്ല. കാരണം ഇപ്പോൾ പ്രയാഗരാജില് മേള നടക്കണ കാരണം അവിടെയാണ് കൂടുതലും. അവിടെയാണ് ഇപ്പോൾ ഡെയിലി മറ്റേ ഗംഗാ പൂജ നടക്കണത്, ഗംഗാരാധന. അപ്പോൾ ഇവിടെ ആണോന്ന് അറിയില്ല, നമുക്ക് അന്വേഷിച്ചോക്കാം. കടക്കാര് റഷ്യൻ ഗേറ്റ്. ഞാൻ മുന്നേ ഇവിടെ ഞാൻ വന്നിട്ടുണ്ട് ഒരു വട്ടം പറഞ്ഞില്ലേ. പക്ഷെ ഇത്രയ്ക്കൊന്നും ഞാൻ എക്സ്പ്ലോർ ചെയ്തില്ലേ. വരിക എന്നല്ലാണ്ട് നമ്മൾ भैया यहाँ गंगा पूजा कहाँ रहता है? गंगा पूजा नीचे चलिए, पंडित जी उधर बैठे हैं। ये नहीं मतलब वो मंदिर से आके पूजा करता है ना वो गंगा, वो सब बंद है अभी। अभी कहाँ रहता है? तारीख के बाद। ठीक है, कहाँ रहता है? यहीं क्या हाँ यहीं रहता है। उस तरफ भी रहता है? उस तरफ ഇവിടെ നടക്കുന്നത് അവിടെ നടക്കുന്നത് പറയുന്നത് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് പറയണമെന്നാണെന്ന് അറിയില്ല. ബട്ട് എവിടെയൊക്കെ നടക്കണാവോ? ഞാൻ പറഞ്ഞതേ ഗംഗാ പൂജ നടക്കണ മെയിൻ ഘട്ട് എന്ന് പറയുന്നത് ഇതാണ്. അറ്റത്തുനിന്ന് ഈ അറ്റം വരെ ഇവിടെ എവിടെ വേണമെങ്കിലും ഈ സ്ഥലത്ത് മൊത്തം ഗംഗാ പൂജ നടക്കുന്നു പറഞ്ഞത്. അത് ഓരോ സ്ഥലത്തും ഇതേപോലെ ടേബിൾ ഇട്ടിട്ടുണ്ട്. ഓരോ സ്ഥലത്തും പല അവിടെ നടക്കും ഇവിടെ നടക്കും ഇതിൻ്റെ അപ്പുറത്ത് നടക്കുന്നു പറഞ്ഞത്. പിന്നെ മെയിൻ ആയിട്ട് നടക്കുന്ന സ്ഥലം ഇവിടെയാന്ന് പറഞ്ഞത് കണ്ട. ശരിക്കും നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും രക്ഷയില്. അതായത് അവർ പറയുന്ന അവിടെ ചേട്ടനായിട്ട് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞത് ഇവിടെ എല്ലായിടത്തും ഇത് നടക്കുന്നു പറഞ്ഞത് ഗംഗാ പൂജ. ഞങ്ങൾ ഓരോരുത്തരും ചോദിക്കുമ്പോൾ ഇവിടെ നടക്കുമ്പോൾ അവിടെ നടക്കും, ഇവിടെ നടക്കും അവിടെ നടക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കറക്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയതിപ്പോൾ
ഇവിടുത്തെ ഈ ചേട്ടൻ പറഞ്ഞതിന് ശേഷം ഇവിടെ വന്നു കാണാനില്ല. മിസ്സിങ് അവിടെ ഉണ്ട്, കൂടെ ഒരുത്തുണ്ട്. അവൻ മിസ്സായിന്ന് വിചാരിച്ചു ഞാൻ. അവിടെ ഉണ്ട് കണ്ട. എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇവിടെ. പിന്നെ ഒരു കാര്യം, നമ്മളിപ്പോൾ കണ്ട ഒരു ഗംഗാതീരത്തുള്ള ശ്മശാനില്ലേ, അതല്ലാണ്ട് മെയിനായിട്ടുള്ള സ്ഥലം ഇവിടെ ഉണ്ടെന്ന്. നമുക്ക് അവിടേക്ക് പോവാം. അവിടേക്ക് പോയിട്ടിരിക്കുന്നത് 24/7 അവിടെ ശവശരീരം കത്തിക്കുന്നു പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എത്ര വലിയ മനുഷ്യനാണെങ്കിലും മനുഷ്യൻ എന്താണെന്നുള്ളത് അറിയുന്നുണ്ടെങ്കിൽ വാരണാസി വന്നായത്. നമ്മൾ ശരിക്കും അത്ര ഇതുള്ളോ ശരിക്കും ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം കാശിക്കണം. അത് ഒരു ലൈഫിൽ ഒരു വട്ടമെങ്കിലും വന്നില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഇതാണ്. അത്ര ഇതാണ് അമ്പലത്തിൻ്റെ ഭാഗം. അത്യാവശ്യം ദൂരം നടന്നിട്ടുണ്ട്. കാരണം ഏറ്റവും ലാസ്റ്റ് ഞങ്ങൾ വണ്ടി വെച്ചിട്ടുള്ളത് അവിടെ നിന്നാണ് നടന്നത്. സമയം നോക്കിയാൽ 10:30 റഷ് ചെയ്തിട്ട് വന്നോട്ടോ. രക്ഷില്ലേ ആ ഗുരുമാര് ആശീർവദിക്കാനാണ്ട് തലമ്മ കടിച്ച് വിളിക്കണ്ടായിരുന്നു. എളുപ്പമല്ല മോനെ. ഇതാണ് അമ്പലം. കാശി വിശ്വനാഥ്. ഇപ്പം ഈ നേരത്തെ ദർശനം ഉണ്ട് കേട്ടോ. 11 മണി 11:30 വരെ ഉണ്ടെന്ന് പറഞ്ഞു. കണ്ട ആൾക്കാരുണ്ടെന്ന് പറയുമ്പോൾ 10:30 ആയിട്ടുള്ളൂ. അമ്പലത്തിൽ ആൾക്കാരുണ്ട്. വൃത്തിയുടെ കാര്യം നോസി പ്രയാഗരാജിലേക്ക് നടക്കുന്നതിന് ഇവിടെ തിരക്ക് കുറവായിരിക്കും ഞാൻ വിചാരിച്ചത്. തിരക്കുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച മെയിൻ സ്ഥലമെത്തി. നമ്മൾ ഫസ്റ്റ് കണ്ടത് ചെറിയ സ്ഥലമായിരുന്നു. ഇതാണ് മെയിൻ സ്ഥലം. വെറും സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്. ശിവന്റെ പ്രസാദം ആരോ ഇവിടെ കനായിട്ട് പടക്കുന്നുണ്ട്. അതിന്റെ മണമുള്ള ഇവിടെ എല്ലായിടത്തും. എല്ലായിടത്തും നോക്കി. ഇവിടെയാണ് മെയിൻ. മറ്റോടത്ത് അത് ചെറുതാന്ന് പറഞ്ഞത്. പക്ഷെ ഇതാണ് ഇവിടുത്തെ മെയിൻ സ്ഥലം. ഉണ്ടോ? ഭയം പറഞ്ഞ അടിയ പട്ടിയുടെ ഒരു വേറെ ഓൾറെഡി കത്തി കഴിയാറായിട്ട്. അപ്പുറത്തുണ്ട് നമ്മളെ കർമ്മങ്ങൾ നടക്കുന്നുണ്ട്. ഇതിന് മുകളിലുണ്ടെന്ന് പറഞ്ഞു. നോക്കിട്ട് വരാം. വാടാ यहाँ से मत जाओ अभी।
मला एवढ्या कॉर्नरला नको घेऊ रे. एकदम രക്ഷയില്ല. ഇന്ന് മുകളിൽ കേട്ട് കാണാൻ പറ്റുമെന്ന് പറഞ്ഞ നമുക്ക് നോക്കി നോക്കാം. ഞാൻ പറഞ്ഞത് എത്ര പേരാന്ന് പറയും, ഭക്തിയായിട്ട് വരുന്നവരുണ്ട്, ഇത് കാണാൻ വേണ്ടി മാത്രം വരുന്നവരുണ്ട്. പക്ഷേ എനിക്കൊരു ശ്മശാന ഫീലൊന്നല്ല തോന്നിയത്. അപ്പോൾ വേറൊരു മൈൻഡിലേക്ക് പോണത്. അതായത് നമ്മളൊരു ഇതാണ് വേറൊരു മൈൻഡ് എന്ന് പറഞ്ഞാൽ വേറൊരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. ഇതന്നെ കാര്യങ്ങളും എൻ്റെ അത്ര പോരം പറയുകയാണെന്നുണ്ടെങ്കിൽ 24 മണിക്കൂറും അവിടെ ദഹിപ്പിക്കും എന്ന് പറയണത്. പക്ഷേ മുകളിൽ പോയി നോക്കട്ടാ ഇങ്ങനെയാന്ന് തോന്നുന്നുണ്ട്. മുകളിൽ കൂട്ടുകാരൊരുത്തം കയറി പോയിട്ട് നോക്കട്ടെ. എൻ്റെ മുകളിൽ ദഹിപ്പിക്കുന്നുണ്ട് കേട്ടോ. കാണിച്ചു തരാം. കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതാണല്ലോ ഓടി കൊണ്ട് കത്തിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മള് ചിന്തിക്കണം അപ്പുറം. ആ സാധനം പട്ടി വരെ കടിച്ചു പിന്നെ ഇതുണ്ടോ, ഇതൊക്കെ മരങ്ങളിട്ട് വയ്ക്കുന്ന സ്ഥലം കേട്ടോ. നോക്കി രക്ഷയില്ലേ നമ്മളെ നമ്മൾ ചിന്തിക്കണമല്ല പെറ്റിങ്ങ എടുക്കാൻ മാത്രം പോലെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. കാണുമ്പോൾ നമുക്ക് വേറൊരു ಗಂಧದ್ದು ಇದನ್ನ ಇರ್ತಾರೆ ನೋಡ್ತೆ. ಸಾಂಬ್ರಾಣಿ ಎಷ್ಟೆಲ್ಲ ഓരോ വർക്കുകളാ നോക്കി 24 മണിക്കൂറും കൂടെ കത്തിച്ചോണ്ട് ആ കണ്ട ഇവിടെ എല്ലായിടത്തും ഉണ്ട് കോഴി. അതിന്റെ ചിന്തയിൽ ഇപ്പൊ നേരം വെളുത്തിട്ടുള്ള ഈ ഭാഗത്ത് മരങ്ങൾ അതിന്റെ അപ്പുറത്താണ് കത്തിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇതിനാളും ഇത്തിരി കൂടി ബെറ്റർ എനിക്ക് അതാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അല്ല അവനെ അതൊന്നുകൂടി ഭയങ്കര ഓപ്പണായിട്ട് കത്തിക്കുന്നത്. ഇത് ഓപ്പൺ അല്ല എന്നല്ല ഞാൻ പറയണത്. പക്ഷെ ആ പഴക്കം ചെന്ന ശ്മശാനം ഇതാന്ന് പറയണത്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിനാണ് ഓപ്പണായിട്ട് കത്തിക്കുന്നത് മറ്റൊന്ന് കത്തിക്കണത്. അതൊരു ഇതൊരു അമ്പല ആൾക്കാർ വന്നിട്ട് अरे जहाँ पे अपन बैठे रहे ना वहीं पे चलो. പിന്നെ ആൾക്ക് ഇത്ര കിലോ വിറകുന്നുണ്ട് ഇവിടെ എത്തിച്ചു കളഞ്ഞു. ഇന്ന ആൾക്ക് ഇത്ര കിലോ വിറകുണ്ട്. അവിടെ ഓരോരുത്തർക്കും ഇത്ര കിലോ വിറകുന്നുണ്ട് തൂക്കിയിട്ട് കൊടുക്കുകയും ചെയ്യും. നോക്കി അതിനെ പിടിക്കൊണ്ട് അതിനവിടുന്ന് കുളിപ്പിച്ചിട്ടാണ് കൊണ്ടുവരണം കേട്ടോ. വെള്ളത്തിൽ മുക്കിയിട്ട് കൊണ്ടുവരണത് കണ്ടോ.
വെള്ളത്തിൽ മുറിക്കൊണ്ടു പൈസ കൊടുക്കും അല്ല മറ്റേ ഒരു ഹിന്ദിക്കാരി പെണ്ണുങ്ങൾ തന്നെയാ എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളായിരുന്നു സമയം. അപ്പൊ ഞാൻ വല്ലാണ്ട് നല്ല വലിഞ്ഞ ഈ ഗ്യാപ്പില്. അപ്പൊ ഈ ഒരു ഇറങ്ങി തന്നെ എല്ലാവരും 4 വെള്ളക്കുപ്പികൾ വാങ്ങി തന്നെ 4 വെള്ളക്കുപ്പിയും കുറച്ച് പാക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങി പറഞ്ഞല്ലോ. അതിനിറങ്ങി പോവാ ചൂടാ മുഖട കത്തി കൊടുക്കണത്. അവിടെ ഒന്ന് കെടുത്തിട്ടുള്ള അതായത് ശരിക്കും നേരത്തെ കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഞാൻ പവർ എന്റെ എടുക്ക് റൂമൊന്നും കിട്ടിയില്ലേ. എല്ലാ റൂമിനും ഭയങ്കര റേറ്റ്. ചെമ്മനും ചുമ്മനും 2 രൂപ ഇരിക്കുന്നുണ്ട്. ആകെ ഒരു സ്റ്റേജ് കിട്ടി. സ്റ്റേജിൽ ഇരിക്കേ കണ്ണൊക്കെ കടഞ്ഞിറങ്ങി. സമയം 4:25. കുളിച്ച് ഫ്രഷായിട്ട് നേരെ ബോട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് ഇവിടെ സ്റ്റേജിൽ കിടന്നുറങ്ങാൻ പോവാ. വലിയ തീരെ